രാജകന്യകയെ നേടാനുള്ള മോഹം ഈ സൂതപുത്രനില്ല. കർണ, നിന്റെ രാജകീയ പദവി നീ മറക്കരുത്. ദ്രൗപദിയെ സ്വന്തമാക്കാൻ നിനക്കെല്ലാ അർഹതയുമുണ്ട്. എന്നാൽ എൻ്റെ ചോദ്യം ഒന്ന് മാത്രം: ഇത്രയേറെ യോദ്ധാക്കൾ പരാജയപ്പെട്ട ജലത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ആ മത്സ്യലക്ഷ്യം നിന്റെ അമ്പിന് ഭേദിക്കാൻ കഴിയുമോ? കഴിയും. എന്നാൽ ചെല്ല് കർണ, പാണ്ഡവരുടെ മുഖത്ത് നോക്കി ഞാൻ ഈ വിജയം ആസ്വദിക്കട്ടെ. നമസ്കാരം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സകല രാജകുമാരന്മാരെ, ഈ സ്വയംവര വേദിയിൽ പരാജയപ്പെട്ട നിരവധി പേരുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ആ പരാജയങ്ങൾക്കപ്പുറം ഒരു മഹത്തായ വിജയം നിങ്ങൾ കൈവരിച്ചിരിക്കുന്നു. ഈ സ്വയംവരത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടിയെന്നത് തന്നെയാണ് ആ വിജയം. നിങ്ങളുടെ ഞരമ്പുകളിൽ ഒഴുകുന്നത് രാജരക്തമാണ്. ആ ഒരൊറ്റ കാര്യമാണ് നിങ്ങളെ വിജയിപ്പിച്ചത്. എന്നാൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അങ്ങനെയാണോ? നിങ്ങളുടെ മധ്യേ നിൽക്കാൻ അർഹതയില്ലാത്ത ഒരുവനുണ്ട്. നദീതീരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ശിശുവിനെ ഒരു സൂതൻ കണ്ടെടുത്തു വളർത്തി. സൗഹൃദത്തിന്റെ കാരുണ്യം കൊണ്ട് ഇന്നവൻ രാജാവെന്ന് അഹങ്കരിക്കുന്നു. സ്വന്തം മാതാപിതാക്കൾ ആരെന്നറിയാത്ത ഇവൻ പാഞ്ചാല രാജകുമാരിയെ സ്വപ്നം കാണുന്നു. ഒരു രാജ്യത്തിന്റെ അധിപനായി നടക്കുന്ന ഈ യാചകനോട് എനിക്കൊരു വാക്ക് മാത്രം: നീ എന്തെല്ലാമായാലും നിന്റെ യഥാർത്ഥ സ്ഥാനം സൂതപുത്രന്റെ പടിപ്പുരയിൽ മാത്രമാണ്. ഞാൻ നിന്റെ നാണക്കേടിന്റെ കഥ പരസ്യമാക്കുന്നതിന് മുൻപ് ഈ സദസ്സിൽ നിന്നും നിനക്ക് ഇറങ്ങിപ്പോകാം.